ആണിമംഗലം. ഏയ് രശ്മി, ഇറങ്ങ. ഹലോ രശ്മി. ഇതാണ് മൈഥിലി. വായിച്ചിട്ട് അമ്മയുടെ അമ്മ വന്നല്ലോ വല്യമ്മ. അനിതേ, 10 മിനിറ്റേ ആയുള്ളൂ നിന്റെ അമ്മ വിളിച്ചിട്ട്. നിങ്ങളിവിടെ എത്തിയോന്നറിയാനാ. ആണോ? ആ വല്യമ്മേ, ഇത് മൈഥിലി, എന്റെ കൂട്ടുകാരിയാ. അത് ദേവസ്വം, ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. നമസ്കാരം. റൂമൊക്കെ റെഡിയല്ലേ? ഇന്നലെ റെഡി, 3 കട്ടിലും റെഡി. മൈഥിലി നന്നായിട്ട് തമിഴൊക്കെ പറയുന്നുണ്ടല്ലോ. പിന്നെ അവള് പട്ടത്തില്ലേ? ആണോ? നടക്ക്. +2 പഠിക്കണവരെ ഞാനും അമ്മയും ഇവിടെ അമ്മാവന്റെ തറവാട്ടിലാണ് താമസിച്ചിരുന്നത്. പിന്നെ അച്ഛൻ ദുബായിന്ന് വന്ന ശേഷം ഞങ്ങള് ടൗണിലേക്ക് മാറിയത്. അപ്പൊ നീ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? എത്ര പ്രാവശ്യം. എന്റെ ഒപ്പവും അമ്മാവന്റെ കൂടെ ഉള്ളപ്പോഴൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ അന്നേ ഫ്രണ്ട്സ് അല്ലേ. നടക്ക്. എങ്ങനെയുണ്ട് വീട്? നന്നായിട്ടുണ്ട്. അതെ, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കാനായി. തുളസി അമ്മ എപ്പടി ഇருக்கு? നല്ല இருக்கு. എന്താ വേല സുഖല്ലേ? நல்லா இருக்கம்மா. இந்த அம்மா இந்த அம்மா ஒரு அம்மா. இது என் ஃப்ரெண்ட் மைதிலி. ഇവിടെ ഒരു മിസ്റ്ററി റൂം ഉണ്ടെന്ന് പറഞ്ഞത് നീ കണ്ടിട്ടുണ്ടോ? അയ്യോ, ഞാൻ കണ്ടിട്ടില്ല. ഈ മിസ്റ്ററി റൂം എന്ന് വെച്ചാ ഞങ്ങളുടെ പരദേവങ്ങൾ വെച്ചിട്ടുള്ള മുറിയാ. അതാ മുറി. ഈ മുറിയിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നീ പറഞ്ഞല്ലോ. എന്താ അത്? ഞാനിവിടെ ഉള്ളപ്പോ ഒന്നും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. പക്ഷെ മായേച്ചി കേട്ടിട്ടുണ്ട്. എന്ത് കേട്ടിട്ടുണ്ട്? രാത്രിയിൽ മണികിലുക്കോ ചിലമ്പിന്റെ ശബ്ദോ കരച്ചിലോ ചിരിയോ ഒക്കെ കേൾക്കാറുണ്ടത്രേ. എന്തോ എനിക്കറിയില്ല, എനിക്ക് പേടിയാ. നീ ഇപ്പൊ എന്തിനാ ഇവിടെ നിക്കണേ? വാന്നേ. ഓ, എന്തിനാ? ഞാൻ താഴോട്ട് വരുമായിരുന്നല്ലോ. അവരൊക്കെ എവിടെ? താഴെയുണ്ട്. എന്തെങ്കിലും വേണോ? വല്ല ചിപ്സോ മറ്റോ? ഏയ്, ഒന്നും വേണ്ട. നിങ്ങൾ എല്ലാവരും ഒരേ ക്ലാസ്സിലാ? അല്ല, ഒരേ ബെഞ്ചിലാ. ഞങ്ങൾ എല്ലാരും ഒരേ കോളേജിലാ. പല ബാച്ചില്. ഡിഗ്രി ഫൈനൽ ഇയേഴ്സാ. ദേവസ്വം പേടിച്ചു പോയോ? പിന്നെ പേടിക്കില്ലേ? എല്ലാരും ഇങ്ങനെ പേടിക്കാൻ മാത്രം. ആ മുറിക്കകത്ത് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവർക്ക് അറിയില്ല ആ മുറിക്കകത്ത് എന്താണെന്ന്. എത്ര ദിവസം താമസിക്കാനാ ഇവിടെ വന്നേ? ഒരു 3-4 ദിവസത്തേക്ക്. ഈ അണിമംഗലത്തെ ഒരുപാട് നല്ല കാഴ്ചകളും കൗതുകങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ചുറ്റി നടന്ന് കണ്ടാ പോരെ? സ്വസ്ഥത വരൂല. ഒന്ന് നേരെ ഇരിക്കേ. ഹലോ, ഇത് വല്ലതും കിട്ടുമോ? ഞാൻ പറയുമ്പോഴേ ചിരിക്കാവൂ. റെഡി? ഒട്ടിച്ചിരിക്കോ? ഇപ്പൊ അണിമംഗലം തറവാട്ടിലെ കാരണോത്തി ലക്ഷ്മി വല്യമ്മ, വല്യമ്മയുടെ മകള് മായേച്ചി, വല്യമ്മയുടെ താഴെ ശങ്കരമാവൻ. അവൻ തിരുവനന്തപുരത്ത് പോയിരിക്കാ, നാളെ വരും. ശങ്കരമാവന്റെ താഴെ എന്റെ അമ്മ, എന്റെ അമ്മ കഴിഞ്ഞ ഭാനുചുറ്റമ്മ, അവരുടെ ഭർത്താവ് ഡോക്ടറാ, ഡോക്ടർ കൃഷ്ണൻ നായർ, അവരും നാളെ വരും. അതിന്റെ താഴെ വനജ ചുറ്റമ്മ, അവരങ്ങ് സാമ്പിയല, ആഫ്രിക്കയില്. അവളുടെ ഹസ്ബൻഡിനെ അവിടെയാ ജോലി, അവരും നാളെ വരും. അമ്മായിയുടെ ശങ്കരമ്മാവന്റെ ഭാര്യ ഉഷ 1 വർഷം മുമ്പ് മരിച്ചു. ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു. ഒരു സന്ധ്യക്ക് എന്തോ കണ്ടു പേടിച്ചതാ. അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് അവള് മരിച്ചു. അമ്മാവന്റെ മക്കള്? അവർക്ക് കുട്ടികളില്ല.
ഒരു കുട്ടിയെ ദത്തെടുക്കാൻ ഏതാണ്ട് തീരുമാനമായപ്പോഴാ ഉഷ പോയെ. പിന്നെ ഞങ്ങളൊക്കെ തന്നെ അമ്മാവന്റെ മക്കള്. നമ്മ പറമ്പിൽ പിടിച്ച മാമ്പഴം നല്ല രുചിയാ ഇருக்கு. உங்களுக்கு തമിഴ് വരുമാ? തമിഴ് വരില്ല, പക്ഷെ പറയും. കേക്കണോ? ഒന്ന് പറയടി. വൈകുന്നേരം ഫോണിൽ തമിഴ് മിണ്ടണ കേട്ടു, അതാ. ദേ നിന്റെ കെട്ടിയോ വിളിക്കുന്നു, വേഗം ചെല്ല്. ഈ മായേച്ചി എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്ത? കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ആര് പറഞ്ഞു? കല്യാണം കഴിഞ്ഞു, ഡൈവോഴ്സുമായി. ഡൈവോഴ്സും ആയിന്നോ? നീ ഇതെത്ര ഈസി ആയിട്ടാ പറയണേ? ഞാൻ പറഞ്ഞതിൽ ഈസി ആയിട്ട് അവരത് ചെയ്തത്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് ബോംബെയിൽ താമസം തുടങ്ങിയതറിയാം. പിന്നെ കേട്ടത് ഡൈവോഴ്സ് കഴിഞ്ഞ് മടങ്ങിയതാ. ആകെ 9 മാസം. എന്താ കാരണം? കല്യാണം കഴിച്ച ആൾക്ക് ലേശം മെന്റലാണെന്ന്. അസാധ്യ ഘട്ടമായച്ചിക്ക് ഇവിടെ ആരോട് അഭിപ്രായം ചോദിച്ചില്ല. ഇത് തെക്കിനിയാണ്. തെക്കിനിന്ന് വെച്ച പരദേവതയുടെ വാളും ചൂരിലും ചിലമ്പും തിരുവാഭരണമൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലം. സ്ത്രീകൾ ഇതിനകത്ത് കയറാൻ പാടില്ല. ആണുങ്ങൾ പോലും കുളിച്ച് ശുദ്ധമായി ഈർന്നുടുത്തേ കയറൂ. അതും അത്യാവശ്യം വന്നാൽ മാത്രം. ചേച്ചി ഞാൻ വേണ്ട, മേലിൽ ഇത് ആവർത്തിക്കരുത്. ലൈറ്റ്സ് ഓഫ് പ്ലീസ്. എന്താ വൈതിലി, കിടക്കുന്നില്ലേ? നീ നിന്റെ ഡ്രൈവറോട് പറയോ എന്നെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ? ഈ രാത്രിയിലോ? എന്ത് പറ്റി നിനക്ക്? ആകെ കൊതിച്ചു വന്നതാ. എല്ലാം സ്പോയിൽ ചെയ്തു നിന്റെ കസിൻ. ഒട്ടും മര്യാദയില്ല അവരുടെ സംസാരത്തിന്. ലൈറ്റ്സ് ഓഫ് പ്ലീസ്. മായച്ചിക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഐ ഡോണ്ട് ലൈക്ക് ഹർ. ഐ ഡോണ്ട് ലൈക്ക് ദിസ് പ്ലേസ്. എനിക്ക് പോണം. നേരെ ഒന്ന് വെളുത്തോട്ടെ, എല്ലാം ശരിയാവും. നീ വന്ന് കിടക്കും മൈഥിലി, പ്ലീസ്. നീ കിടന്നോ, എനിക്ക് കുറച്ചുകൂടെ കഴിയണം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ലൈറ്റ്സ് ഓഫ് പ്ലീസ്. അതെ, ഞാൻ സായികുമാർ, CBI ജോയിന്റ് ഡയറക്ടർ ആയിരുന്ന മിസ്റ്റർ പണിക്കരുടെ നെഫ്യൂ. ഓ IPS അല്ലേ? Yes, sir. മിസ്റ്റർ പണിക്കർ പറഞ്ഞിരുന്നു. സായിക്ക് ഇപ്പൊ എവിടെയാണ് ഡ്യൂട്ടി? അല്ല സാർ, ഞാനിപ്പോ സ്പെഷ്യൽ ബ്രാഞ്ചില. ഒന്ന് ബാംഗ്ലൂർ വരെ പോവാ ഫ്രണ്ടിന്റെ മാരേജിന്. സാറെന്താ ഇവിടെ? ഞാൻ ഇങ്ങോട്ട് ഇപ്പൊ ട്രാൻസ്ഫർ ആയി. ആണോ സർ? എനിക്ക് സാറിനോട് ഒരു മാറ്റർ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. അമ്മാവൻ സാറിനോട് സൂചിപ്പിച്ചു എന്ന് പറഞ്ഞു. ആ യെസ്, ഐ റിമെമ്പർ. മിസ്റ്റർ പണിക്കർ പറഞ്ഞിരുന്നു സായിക്ക് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന്. യെസ് സർ, റിയലി എ ബിഗ് പ്രോബ്ലം. ഓഫീസിലേക്ക് വരൂ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് വരാം സർ. ഓക്കെ, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് ഐ ആം ദേർ ബിഫോർ യു കം. ഷുവർ സർ, ഞാൻ വിളിച്ചിട്ടേ വരൂ. ഓൾ റൈറ്റ്. സായി ബാംഗ്ലൂരിൽ നിന്ന് എപ്പോ എത്തി? ഇന്നലെ സർ. ഇരിക്കെ. താങ്ക് യു സർ. എന്തോ ഉണ്ടല്ലോ സായിയുടെ മനസ്സില്. ഉണ്ട് സർ. തുടങ്ങാനാണോ പ്രശ്നം? നോ ഫോർമാലിറ്റീസ്, യു ക്യാൻ സ്റ്റാർട്ട്. അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം സാറിനോട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സാർ അത് കേട്ടാൽ മാത്രം പോരാ, ഒരു സൊല്യൂഷൻ കൂടെ ഉണ്ടാക്കണം. ആദ്യം കേൾക്കട്ടെ. അനിത, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി, ഒരു കമ്പനി എക്സിക്യൂട്ടീവാ. അനിതയുടെ വീട്ടുപേര് അണിമംഗലം. ആ കുടുംബവുമായി എനിക്കൊരു ഡിസ്റ്റന്റ് റിലേഷൻ ഉണ്ട്. ഉദ്ദേശം 4 വർഷം മുമ്പ് അവിടെ ഒരു മരണം നടന്നു. ആ കുടുംബവുമായി ബന്ധമുള്ള കുട്ടിയല്ല, 3-4 ദിവസം താമസിക്കാൻ വന്ന ഒരു ബ്രാഹ്മൺ കുട്ടിയാണ് മരണപ്പെട്ടത്. ഹർ നെയിം വാസ് മൈഥിലി.
എങ്ങനെയോ കാലെതെറ്റി സ്റ്റെപ്പിൽ നിന്ന് വീണപ്പോഴുണ്ടായ ആക്സിഡന്റൽ ഡെത്ത് ആണെന്നൊരു പക്ഷം. ഉം. അല്ല, എന്തോ കണ്ട് ഭയന്ന് ഓടുമ്പോൾ വീണതാവാം എന്നൊരു പക്ഷം. അതുമല്ല, ഏതോ സൂപ്പർ നാച്ചുറലിന്റെ ഭൂതം, പ്രേതം, പിശാച്ച്, സംതിങ് ലൈക്ക് ദാറ്റ്, അതിന്റെ ഇൻഫ്ലുവൻസ് ആണോ മരണത്തിന്റെ കാരണം എന്നൊരു പക്ഷം. സായി ഏത് പക്ഷത്താ? ഒന്നിലും ഞാൻ വിശ്വസിക്കില്ല സർ. ഐ തിങ്ക് ഇറ്റ് വാസ് എ പ്രീ മെഡിറ്റേറ്റഡ് മർഡർ. എന്തായിരുന്നു അന്വേഷിച്ച പോലീസിന്റെ ഒപ്പീനിയൻ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തായിരുന്നു? ശക്തമായ വീഴ്ച മൂലം ഉണ്ടായ ഹെഡ് ഇഞ്ചുറി, അതാണ് മരണകാരണം. പോലീസിന്റെ അന്വേഷണം എവിടെ എത്തിയില്ല. പുറത്തു പറഞ്ഞില്ലെങ്കിലും മരണത്തിന് പിന്നിൽ ഏതോ പ്രേതോ പിശാചോ ആണെന്ന പോലീസ് വിശ്വസിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പോലീസ് പ്രോപ്പറായിട്ട് അന്വേഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെന്താ അങ്ങനെ? പറയാം സർ. സംഭവത്തിന്റെ അടുത്ത ദിവസം ഞാൻ അണിമലത്ത് പോയിരുന്നു. എന്റെ ഐഡന്റിറ്റി ഒന്നും വരുന്ന ഡിവൈസിനോട് പറയാൻ നിൽക്കണ്ട. സാർ, സുധീരൻ സാറേ, ചായ. ഈ DYSP ധനപാലൻ ആളെങ്ങനെയാ? ഇപ്പൊ വരും, അപ്പൊ അറിയാം. സുധീരൻ, ലോക്കൽ SI ആണ് സാർ. ഇതാരാ? ഞാൻ സായ്കുമാർ. ഇവിടത്തെ ഒരു ബന്ധുവാണ് സാർ. ഓ, ഇവരൊക്കെ? ഇത് ശങ്കരേട്ടൻ, ഇവിടുത്തെ കാരണവരാ. ഇത് ഡോക്ടർ കൃഷ്ണൻ നായർ. അളിയൻ അനിയത്തിയുടെ ഭർത്താവാ. ഇതോ? ഇതെന്റെ അടുത്ത സുഹൃത്ത് ഡോക്ടർ ബാബു, നാഷണൽ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥനാ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ? കഴിഞ്ഞു. ബോഡി പെൺകുട്ടിയുടെ പേരൻസിന് വിട്ടുകൊടുത്തു. അതിന്റെ സംസ്കാരം കഴിഞ്ഞു. ബോഡി കിടന്നത് എവിടെയാ? അകത്ത്, സ്റ്റെപ്പിന് താഴെ. ബോഡി കിടന്നതിന്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്തു സാർ. ഡീറ്റെയിൽ ആയി എടുത്തിട്ടുണ്ട്. വീട്ടിലെല്ലാവരുടെയും മൊഴി എടുത്തു സാർ. ഈ മുറി ഒന്ന് തുറക്കണമല്ലോ. അത് പൂജാമുറിയാ. പരദൈവങ്ങളുടെ വാളും ചെലമ്പും തിരുവാഭരണങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം. തുറക്കണം. അതിങ്ങെടുത്തോ സാർ. തിരുവാഭരണമാണ് സാർ. കൈ സാർ. ആ
പട്ടി എന്തിനാടോ ഇങ്ങനെ കുരയ്ക്കുന്നേ? കുരയ്ക്കല്ല സാർ, ഇതിന് ഓളിയിടുക എന്ന് പറയാ. അയ്യോ, പോലീസ് പട്ടി എന്തിനാടോ ഓളിയിടുന്നേ? മറ്റേത് കണ്ട ഏത് പോലീസ് പട്ടി ഓലി? എന്ത് മറ്റേത്? പ്രേതം. പ്രേതോ? ആ.